ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പം റെഡ്മിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 5300 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി A2 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. പിന്നെ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G36 എന്നുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസ്സറാണ്. 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 12C എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ കുറച്ചും കൂടി വലിയ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറും വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 13C 4G എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പം എക്സ്ട്രാ എന്തൊക്കെ കിട്ടുന്നു എന്ന് വെച്ചാൽ, ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ബേസ് വേരിയന്റിൽ 128 GB ഇന്റേണലും വരുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഞാൻ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് 9500 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 12 4G എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഒരു 500 രൂപയും കൂടി കൂടുള്ളൂ. അതിന് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഞ്ച്വൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ HD റെസൊല്യൂഷനും ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റെഡ്മി 11 Prime 4G എന്നുള്ള സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. കുറച്ച് പഴയ ഫോണാണ്, എന്നാലും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ വരുന്നുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കണം. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. ആ കാര്യവും ശ്രദ്ധിക്കണം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. 10250 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ആ ഒരു മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ റെഡ്മി 12 4G എന്ന ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറുള്ള ഒരു ഫോൺ തന്നെ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9900 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 10 പവർ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 6000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സേ വരുന്നുള്ളൂ. HD റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ വരുന്നുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നില്ല. അപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഒരു 5G ഫോണൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 13C 5G എന്നുള്ള സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇതിൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 6100+ എന്ന നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ 5G ഫോണുകളുടെ കാര്യത്തിൽ 12000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 12 5G എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 11000 രൂപ പ്രൈസ് റേഞ്ച് എന്നുള്ളത് മാറ്റിയിട്ട് 12000 ആക്കാം എന്നുണ്ടെങ്കിൽ റെഡ്മി 12 5G ആയിരിക്കും നല്ലത്. കാരണം അതിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫുൾ HD+ ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈനും വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പും ഒക്കെയാണ് വരുന്നത്. എന്നാലും 12000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് 5G ഫോണൊന്നും അല്ല വേണ്ടത്, 4G ഫോൺ തന്നെയാണ്. പക്ഷേ ഫീച്ചേഴ്സ് ബെറ്റർ ആയിരിക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 12 4G എന്നുള്ള സ്മാർട്ട് ഫോൺ 11500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 15500 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 12 5G എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്.
ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 48+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 15,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 5G എന്നുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെ വരുന്നു എന്ന് വെച്ചാൽ മീഡിയാടെക് ഡിമെൻസിറ്റി 6080 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഫോൺ നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 12 5G എന്ന സ്മാർട്ട് ഫോണിന് 15,500 രൂപ പ്രൈസ് റേഞ്ചിൽ എടുക്കാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ MI 11X എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുറച്ച് പഴയ ഫോണാണ്. പഴയ ഫോൺസൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2 5G ബാൻഡ്സ് വരുന്നുള്ളൂ, ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ 48+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4520 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് MI 11X Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പം MI 11X ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും ലഭിക്കുന്നുണ്ട്. ഇതും പഴയ ഫോണാണ്, എന്നാലും ഈ രണ്ട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് ഡിമെൻസിറ്റി 1080 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 10 5G ബാൻഡ്സ് ആണ് വരുന്നത്. പിന്നെ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, സോണി IMX766 മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 200 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറുള്ള ഒരു ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 12 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഈ രണ്ട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോണുകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ റെഡ്മി നോട്ട് 13 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലും നമുക്ക് ഈ ഒരു 200 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടില്ല, 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ ഉള്ളൂ. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ 12 Pro Plus നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5100 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 26,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിലും 6.6 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് ഡിമെൻസിറ്റി 7200 Ultra എന്നുള്ള പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 10 5G ബാൻഡ്സ് ആണ് വരുന്നത്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 32,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ പഴയ ഫോൺസൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ Xiaomi 11T Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷൻ 10-bit ഡിസ്പ്ലേ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 13 5G ബാൻഡ്സ് വരുന്നുണ്ട്. 108+8+5 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള MI 11X Pro എന്നുള്ള സ്മാർട്ട് ഫോൺ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 49,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ Xiaomi 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്.
6.73 ഇഞ്ചിൻ്റെ 2K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 14 5G ബാൻഡ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം ഷവമിയുടെ ഷവമി 13 Pro എന്നുള്ള സ്മാർട്ട് ഫോണാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ 6.73 ഇഞ്ചിൻ്റെ Quad HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. സോണി IMX 918 മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 4820 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 75,000 രൂപ പ്രൈസ് വെച്ചിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് ഷവമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.